Abhinav Sundar Nayak's Mollywood Times. So Mugandanuni Associates കണ്ടിട്ടില്ല എന്നുള്ള ഒറ്റ സിനിമ കൊണ്ടാണ് ആക്ച്വലി അഭിനവ് സുന്ദർ നായക് ആക്ച്വലി മലയാള സിനിമയിലേക്ക് വന്നിട്ടുള്ളത്. പുള്ളിയുടെ രണ്ടാമത്തെ സിനിമയാണ് ആക്ച്വലി മോളിവുഡ് ടൈംസ്, സ്റ്റാറിംഗ് നെസ്ലിൻ, അതുപോലെ തന്നെ അൽതാഫ്, നമ്മുടെ ബേസിലൊരു ചെറിയൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, ഷറഫുദ്ദീൻ, അതുപോലെ തന്നെ രാജേഷ് മാധവൻ ഒരു ക്യാരക്ടർ, സംഗീത് പ്രതാപ് ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, ചന്തു സലീം കുമാർ ഉണ്ട്, അതുപോലെ തന്നെ ജഗദീഷ് ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അഭിനവ് സുന്ദർ നായകിൻ്റെ കൂടെ തന്നെ രാമു ഈ സിനിമ ആക്ച്വലി കോറൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ആ സിനിമയുടെ സ്ക്രീൻ പ്ലേ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് എപ്പോഴും ഞാൻ പല റിവ്യൂസിൽ പറയാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ അതിൻ്റെ ഏറ്റവും പീക്കിൽ, സിനിമയുടെ ഏറ്റവും വലിയ പീക്കിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് ആക്ച്വലി മോളിവുഡ് ടൈംസ്. അതായത് ബാക്കിയുള്ള ടെക്നിക്കൽ സ്റ്റഫിനേക്കാളൊക്കെ കൂടെ ഈ സിനിമ കൊണ്ടുപോകുന്നത് ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേ ആണ്, ഈ സിനിമയിലേക്ക് പോയിട്ടുള്ള തോട്ട് പ്രോസസ്സുകളാണ്. അഭിനവ് സുന്ദർ നായക് എപ്പോഴും വന്നിട്ട് ആ ഒരു ഈ മുഖത്തിനുണ്ണി ആയിക്കഴിഞ്ഞാലും പുള്ളിയുടേതായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് സ്റ്റൈല് പുള്ളി കൊണ്ടുവന്നിട്ടുണ്ട്. അത് വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ മുഖത്തിനുണ്ണിയുടെ ഒരു സെയിം സ്റ്റൈൽ ഓഫ് ട്രീറ്റ്മെൻറ്റിനാണ് ഈ സിനിമേൻ്റെ അകത്തുള്ളത്. ദാറ്റ് ഈസ് അഭിനവ് സുന്ദർ നായകിൻ്റെ ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഈ സിനിമ ആസ് ഇറ്റ് സ്റ്റാൻഡ്സ് നോക്കുന്ന സമയത്ത് നമുക്കത് ഫ്രഷ് ആയിട്ട് തന്നെ ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അഭിനവ് ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില സമയത്ത് ഇത് ആക്ച്വലി ആൾക്കാർക്ക് മടുപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പോലും വന്നിട്ടെന്ന് വെച്ചാൽ ആസ് ഇറ്റ് സ്റ്റാൻഡ്സ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഫ്രഷ് ആണ്. അവർ സ്വന്തമായിട്ട് ഇൻസ്പിറേഷനും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ കാണുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഈ മുഖത്തിനുണ്ണിയുടെ ആയിക്കഴിഞ്ഞാലും ഈ മോളിവുഡ് ടൈംസിൻ്റെ ആയിക്കഴിഞ്ഞാലും ട്രീറ്റ്മെൻറ്റ് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യാറുണ്ട്. സോ അങ്ങനെ വന്നിട്ടുള്ള ഒരു സിനിമയാണ്. സോ ഇതിനകത്തുള്ള ആക്ടേഴ്സിനെ പറ്റി പറയുന്ന സമയത്ത് നെസ്ലിൻ ആക്ച്വലി നമ്മൾ നെസ്ലിൻ്റെ ആ ഒരു ഫേസ് നമ്മൾ കണ്ടിട്ടുള്ള ഒരാളാണ്. നമ്മൾ പുള്ളിയുടെ സ്റ്റാർട്ട് മുതൽ ഇപ്പോൾ വരെയുള്ള സമയം പുള്ളിയുടെ കണ്ടിട്ടുള്ള പുള്ളി എപ്പോഴും അതുകൊണ്ടാണ് പുള്ളീനെ വന്നിട്ട് നമ്മുടെ മുമ്പിൽ ഗ്രോ ചെയ്യുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ ആക്ച്വലി നെസ്ലിനെ കാണുന്നത്. സോ നെസ്ലിൻ ഈ സിനിമയിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്നു വെച്ചാൽ, ഞാൻ ഈ സിനിമ കണ്ടിറങ്ങിയ സമയത്ത് എനിക്ക് നെസ്ലിനെ പറ്റി പറയാൻ, പ്രത്യേകിച്ച് നെസ്ലിൻ ഇങ്ങനെ ചെയ്തു, നെസ്ലിൻ അങ്ങനെ ചെയ്തു എന്ന് പറയുന്നതിനെക്കാട്ടും എനിക്ക് അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് എനിക്ക് കിട്ടുന്നില്ല ഈ സിനിമേൻ്റെ അകത്ത്. നെസ്ലിൻ എന്ന് പറയുന്ന ആക്ടറും അതുപോലെ തന്നെ കൂടെയുള്ള ആക്ടേഴ്സിനെക്കാട്ടൊക്കെ കൂടെ ഇതിൻ്റെ അകത്തുള്ള ഒരു ഈ സ്റ്റോറീൻ്റെ അകത്ത് പുള്ളി അല്ലെങ്കിൽ ഒരു സ്ക്രീൻ പ്ലേ ആയിട്ട് ഇവർ രണ്ടുപേരും കൂടി ചെയ്തിട്ടുള്ള ഒരു സംഭവമുണ്ട്. അതിനോട് ബ്ലെൻഡായിട്ടാണ് എല്ലാവരും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നെസ്ലിൻ്റെ ക്യാരക്ടറൈസേഷൻ, നെസ്ലിൻ്റെ പെർഫോമൻസ്, നെസ്ലിൻ എങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്നുള്ളൊരു പെർസ്പെക്റ്റീവിലേക്ക് ആക്ച്വലി എനിക്ക് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ആലോചനയിലേക്ക് വരാൻ വേണ്ടി പറ്റുന്നില്ല. സോ അത്തരത്തിലുള്ള ഒരു സ്ക്രീൻ പ്ലേ അതിഗംഭീരമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള, അതായത് ഞാൻ പറഞ്ഞില്ല അതിഗംഭീര സ്ക്രീൻ പ്ലേ അല്ല, അതിഗംഭീരമായിട്ട് വർക്ക് പോയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ ആയിട്ട് ആക്ച്വലി മോളിവുഡ് ടൈംസ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ടെക്നിക്കൽ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ കമ്പോസർ ആക്ച്വലി ജെയ്ക്സ് ബിജോയ് ആണ്. സോങ് അപ്ന ടൈം ആയക നന്നായിട്ടുണ്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ പുള്ളിയുടേതായിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ ഒരു ക്രീപ്പി ആയിട്ടുള്ള മ്യൂസിക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ അഭിനവിൻ്റെ സ്റ്റൈലിനനുസരിച്ചിട്ടുള്ള ഒരു പരിപാടിയും ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ആക്ടേഴ്സും ഇപ്പം ഷറഫുദ്ദീൻ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, ജഗദീഷ് ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, സംഗീത് പ്രതാപ് ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ രാജേഷ് മതി, ഇവരൊക്കെ വന്നിട്ട് ചെറിയ ക്യാരക്ടേഴ്സാണ്. എന്നാലും ഷറഫുദ്ദീനാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ പിന്നെ ഉള്ളത്. പിന്നെ നമ്മുടെ ആവേശത്തിൽ അവൻ്റെ പേര് എനിക്ക് റോഷനാണ് ആക്ച്വലി വേറൊരു ക്യാരക്ടർ ഇതിൻ്റെ അത് ചെയ്യുന്നത്, സന്ദീപിൻ്റെ കൂടെ തന്നെയുള്ള ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ എന്ന് പറയുന്നത് വിശ്വജിത്താണ്. അതുപോലെ തന്നെ എഡിറ്റർ നമ്മൾ ഓൾവേസ് അറിയാമായിരുന്നു, അഭിനവ് സുന്ദർ നായകാണ് വൺ ഓഫ് ദി എഡിറ്റർ. പുള്ളിയുടെ കൂടെ തന്നെ നിതിൻ രാജ് ആക്ച്വലി എഡിറ്റിംഗ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിനിമക്കുള്ള സിനിമ പറയുന്ന ഒരുപാട് കഥകൾ വന്നിട്ടുണ്ട്. പക്ഷേ സിനിമക്കുള്ള സിനിമയുടെ ഡിഫറെൻ്റ് ആംഗിൾ പറയുന്ന ഒരു സിനിമയുടെ ആക്ച്വലി മോളിവുഡ് ടൈംസ് ഫീൽ ചെയ്തു. അതായത് ഒരു സിനിഫൈൽ ആയിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ സ്ട്രഗിൾ പലർക്കും പല രീതിയിലാണ് അവരുടെ സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു സിനിമ ആഗ്രഹിച്ച ഒരാൾക്ക് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്തത് ചിലപ്പം അവൻ ട്രൈ ചെയ്യാത്തതുകൊണ്ടായിരിക്കില്ല. അവന് ട്രൈ ചെയ്യാനുള്ള അവകാശം പോലും ഇല്ലാതെ പോയ ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ആക്ച്വലി ആ സ്ട്രഗിൾ ഉണ്ടാവുക. സോ അത് കണക്ട് ചെയ്യാൻ പറ്റുന്ന അത്തരത്തിലുള്ള സംഭവം കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് എളുപ്പം കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ആക്ച്വലി മോളിവുഡ് ടൈംസിൽ ചെയ്തിട്ടുള്ളത്. മോളിവുഡ് ടൈമിൽ ഇനീഷ്യലി തന്നെ പുള്ളിയെ ഹെയ്റ്റ് ലെറ്റർ ടു മലയാളം സിനിമ എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പിന്നെയുള്ള പോസ്റ്റേഴ്സിലൊന്നും കണ്ടില്ല. പക്ഷേ അത്തരത്തിലുള്ള ഒരു ആംഗിളിൽ തന്നെയാണ് ഈ സിനിമ പുള്ളി ചെയ്തിട്ടുള്ളത്. പിന്നെ പുള്ളി ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാവുമെന്ന് പുള്ളിക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു പേടിയുണ്ടാവുമോ എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ
ഒരു പുള്ളിയെ പറയുന്നത് നമ്മളൊരു ഒരു 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 പ്രോപ്പറായിട്ടുള്ളൊരു സാധനം എഴുതുന്നു, അതിൻ്റെ ഓപ്പോസിറ്റ് വശം എന്താണ് എന്ന് ചിന്തിക്കുന്നു, അതിൻ്റെ ഓപ്പോസിറ്റ് വശത്തിലേക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള സ്റ്റോറിയിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ആക്ച്വലി അഭിനവ് സുന്ദർ നായകിൻ്റെ ഒരു 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 ടൈപ്പ് ഓഫ് സ്ക്രീൻ പ്ലേ റൈറ്റിംഗ്. അറ്റ് ദ സെയിം ടൈം അത് കൺവിൻസ് ചെയ്യിക്കാനും പുള്ളിക്കാരന് പറ്റുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഈ സിനിമേൻ്റെ അകത്ത് തന്നെ ഒരു പെർട്ടിക്കുലർ പോയിന്റ്, ഒരു സ്പോയിലർ പോലെ പറയുകയാണെങ്കിൽ ഒരു ചെറിയൊരു പോയിന്റ്, സ്പോയിലർ എന്ന് പറയാൻ പറ്റില്ല, ഒരു സിനിമ വരുന്നു, ആ സിനിമ ഡിലീറ്റ് ചെയ്യേണ്ട ഒരു പെർസ്പെക്റ്റീവിലേക്ക് വരുന്നു. അത് അവൻ്റെ എറഗൻസ് എന്നുള്ള പെർസ്പെക്റ്റീവിലാണ് ബാക്കിയുള്ളവർ ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവനതിനൊരു റീസൺ പറയുന്നുണ്ട്. ആ റീസൺ കൺവിൻസിങ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അത് എപ്പോഴും അങ്ങനെ കൺവിൻസിങ് ആവണമെന്നില്ല, കേൾക്കുന്ന എല്ലാവർക്കും കൺവിൻസിങ് ആവണമെന്നില്ല. അത് എൻ്റെ പെർസ്പെക്റ്റീവിൽ ഞാനത് ശരിയാണെന്ന് വിചാരിച്ച് പറയുമ്പോൾ എനിക്ക് മാത്രമാണ് അത് കൺവിൻസിങ് ആവും, അത് കേൾക്കുന്ന വേറെ ആർക്കും കൺവിൻസിങ്. ഫോർ എക്സാമ്പിൾ, എനിക്കത് എത്ര തന്നെ പറഞ്ഞാലും എനിക്കത് കൺവിൻസ് ആവുന്ന സിനിമയിലുള്ള ബാക്കി ഒരുപാട് ക്യാരക്ടേഴ്സിനും അത് കൺവിൻസിങ് ആവില്ല. ദാറ്റ് മീൻസ് ഞാൻ വേറിട്ട് ചിന്തിക്കുന്ന ഒരാളെന്ന് അതിന് അർത്ഥമൊന്നുമില്ല. അത് വന്നിട്ടെന്ന് വെച്ചാൽ പല ഈ ഒരു ആംഗിളിൽ ഈ ഒരു കാര്യം ചെയ്യുന്നത് കറക്റ്റ് അല്ലല്ലോ, അതങ്ങനെയല്ലല്ലോ എന്നുള്ള ഒരു പെർസ്പെക്റ്റീവ്. ഇവൻ ഒരു റിവ്യൂ എടുത്ത് ആ റിവ്യൂ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാനിങ്ങനെ അറിയിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ അത് അഭിനവ് സുന്ദർ നായക് അത് കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ എപ്പോഴും അത് കൺവിൻസിങ് ആവുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഈ സിനിമയിലെ ലെങ്ത്തിലേക്ക് വരുന്ന സമയത്ത് കുറച്ചധികം ലെങ്ത്തുള്ള ഒരു സിനിമയായിട്ട് ഫീൽ ചെയ്തു. അത് ആ ഒരു സിനിമയിലേക്ക് നമ്മൾ ഇന്നായില്ല എന്നുണ്ടെങ്കിൽ ആ സിനിമ ആക്ച്വലി നമുക്ക് കുറച്ചൊന്ന് നമ്മൾ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെയാണ് മുകുന്ദനുണ്ണി പോലെ തന്നെ വന്നിട്ട് എല്ലാ തരത്തിലുള്ള ആൾക്കാരും വന്ന് ഈ സിനിമ കണ്ട് വിജയിപ്പിക്കും എന്നും എനിക്ക് ഒരു അഭിപ്രായമില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമ അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഒരു ക്രിയേറ്റീവായിട്ട് ഒരു മേഖലയിലേക്ക് ഇറങ്ങാൻ പറ്റാതെ പോയ ആൾക്കാർ, അവർക്ക് ഈ സിനിമ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ സിനിമ പറയുന്ന പൊളിറ്റിക്സിനെ ബേസ് ചെയ്തല്ലാതെ അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ട് ഇതിനകത്തേക്ക് വരാൻ പറ്റാത്തതിൻ്റെ പെർസ്പെക്റ്റീവ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സിനിമയിലും പറ്റും. സോ അതാണ് ആക്ച്വലി ഈ സിനിമയുടെ റൈറ്റിങ്ങിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. ടെക്നിക്കൽ സൈഡൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട്. പുള്ളിയുടെ ആനിമേഷൻ പരിപാടികൾ അതെല്ലാം ഇതിൻ്റെ അകത്തും വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, അതൊക്കെ ഇപ്പം ഫ്രഷായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് മേ ബി അത് പുള്ളിക്ക് തന്നെ ഒരു പ്രശ്നമായിട്ട് വരാനും സാധ്യതയുണ്ട്. ആഷിഖ് ഉസ്മാനാണ് ആക്ച്വലി പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ളത്. നെസ്ലിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. നെസ്ലിനെ പറ്റി ഈവൻ ദോ നെസ്ലിൻ ഒരു ക്യാരക്ടറായിട്ടേ തോന്നില്ല. നെസ്ലിൻ വാസ് കംപ്ലീറ്റ്ലി ഇൻ ടു ദിസ് സിനിമ എന്ന് വേണ്ടിക്ക് നമുക്ക് പറയാം. റോഷനും അതുപോലെ തന്നെ എല്ലാവരും അത്തരത്തിലുള്ള ഒരു കംപ്ലീറ്റ്ലി ഇൻ ടു ദിസ് സിനിമ എന്ന് വേണ്ടിക്ക് നമുക്ക് പറയാം. ഒരു സ്പെസിഫിക് ആയിട്ട് നെസ്ലിനെ എടുത്ത് പറയാൻ വേണ്ടിയിട്ടൊന്നും തോന്നില്ല. ബട്ട് ഹി ഹാസ് ഡൺ വെരി ഗുഡ് ജോബ്. അത് അവൻ്റെ ഒരു കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് തന്നെ അതിനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. സോ ഹാപ്പി ഫോർ ഹിം. അത് കണ്ടിന്യൂ ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. സോ മോളിവുഡ് ടൈംസ് അഭിനവ് സുന്ദർ നായകിൻ്റെ ആ ഒരു ട്രീറ്റ്മെൻറ്റും ശൈലിയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയുള്ള ഒരു നെസ്ലിനെ വെച്ചിട്ടുള്ള ഒരു സിനിമയായിട്ട് നമുക്ക് വേണ്ടിക്ക് കണക്കാക്കാം. ഒരു സിനി ഫൈൽസ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് പേഴ്സണലി തോന്നി. എന്നാൽ ഒരു വൈഡിയർ ഓഡിയൻസിൻ്റെ കാര്യം ഇപ്പോഴും ഡൗട്ടാണ്. എനിക്ക് പേഴ്സണലി സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുള്ള ഒരു സിനിമയാണ് ആക്ച്വലി അഭിനവ് സുന്ദർ നായകിൻ്റെ മോളിവുഡ് ടൈംസ് എന്ന് പറയുന്നത്. ഞാനത് പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് ആ സിനിമ ഉണ്ടായത്. ഞാൻ എങ്ങനെയാണോ ആ സിനിമ ഉണ്ടാവുമെന്ന് വിചാരിച്ചത് അത്തരത്തിൽ തന്നെയാണ് ആ സിനിമ ഉണ്ടായിട്ടുള്ളത്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ വെരി ഗുഡ് ഡീസൻറ്റ്, അല്ലെങ്കിൽ എന്താ പറയുക, ഷുവർ ഷോട്ടായിട്ട് നമുക്ക് തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഡു വാച്ച് മോളിവുഡ് ടൈംസ് ഇൻ തിയേറ്റേഴ്സ്.